പേര് ദീപ്തി, ഇതെൻ്റെ ഹസ്ബൻഡ് ജെയ്സൺ, ഇത് ഞങ്ങളുടെ 3 പിള്ളേർ. ഞങ്ങൾ കോഴിച്ചാൽ പനത്തടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2022 ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്. ഞങ്ങൾ മാലദ്വീപ്സിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാനും അവിടെ ഒരു പള്ളിയും ഇല്ല, അവിടുന്ന് വേദപാഠം പഠിപ്പിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നേഴ്സ് ആയതുകൊണ്ട് OET എഴുതി ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിൽ പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ ഫലമായി ഞാൻ നാട്ടിൽ വന്നു, വീട് മേടിച്ചു, നാട്ടിൽ ഞങ്ങൾ താമസമായി. ഹസ്ബൻഡ് തിരിച്ച് മാലദ്വീപ്സിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ ഞാൻ OET പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ 3 പിള്ളേരെയും കൊണ്ട് എനിക്ക് OET പഠിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട്, പിന്നെ ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ടും എനിക്കത്ര ഇംഗ്ലീഷിന് അത്ര സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് കൂടി ഉണ്ടാവും, അപ്പം എന്തായാലും സിമ്പിളായിട്ട് OET പാസ്സാവാമെന്ന് വിചാരിച്ചു. പോയി എക്സാമിന് ഡേറ്റ് എടുത്തു. പക്ഷേ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും എൻ്റെ പഠിത്തത്തിനായിരുന്നു കൊടുത്തിരുന്നത്. OET അല്ല, മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഫാസ്റ്റിങ്, ധ്യാനം ഇതൊക്കെ കൂടും. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും പഠിത്തത്തിന് കൊടുത്തു. പക്ഷെ അങ്ങനെ ഞാൻ പഠിച്ചു, പരീക്ഷ എഴുതി, ചെറിയ മാർക്കിന് ഞാൻ തോറ്റുപോയി. പക്ഷെ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല, കാരണം അത്ര എഫേർട്ട് ഞാൻ കൊടുത്തോളെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ മമ്മീനെയും പപ്പാനെയും കുറച്ച് നാൾ എൻ്റെ കൂടെ നിർത്തിയിട്ടാണ് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു, പരീക്ഷ എഴുതി, പാസ്സായില്ല. പിന്നെ കുറച്ച് നാൾ ഞാൻ അങ്ങനെ തന്നെ വിട്ടു, OETയുടെ പുറകെ വിട്ടില്ല. പിന്നെ ഞാൻ നോർമലി നാട്ടിലെ സിറ്റുവേഷൻസൊക്കെ ആയിപ്പോയി. ആ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി, ബൈബിൾ വായിക്കാനുള്ള ഒരു വലിയ കൃപ കിട്ടി. അതുവരെ ഒരു ഏത് അധ്യായം തുറന്നാലും അതിനകത്ത് ഏറ്റവും ചെറിയ പാരഗ്രാഫ് നോക്കി ബൈബിൾ വായിച്ചിരുന്ന ഞാൻ പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് ബൈബിൾ വായിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ കുറേ മണിക്കൂറുകളോടെ ഇരുന്ന് ബൈബിൾ വായിക്കും. എന്തോ എനിക്കൊരു ശരിക്കും ഒരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടാൻ തുടങ്ങി. ഞാൻ എന്ത് പ്രോബ്ലം കൊണ്ട് ബൈബിൾ തുറന്നാലും എനിക്കതിനുള്ള റീസൺ ബൈബിളിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതെൻ്റെ ഭയങ്കര ഒരു പ്രചോദനമായി. അങ്ങനെ ഞാൻ പോയി. പിന്നെ പക്ഷേ OET എഴുതണമെന്നോ പരീക്ഷ പാസ്സാവണമെന്നോ ബാക്കി എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോകാം, ഇങ്ങനെയെല്ലാം ആത്മീയമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാവാൻ തുടങ്ങി. പക്ഷേ ഈ പരീക്ഷയുടെ കാര്യം ഞാൻ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളുണ്ടായി. ഞാൻ ഒത്തിരി ഡിപ്രഷനായി, ഭയങ്കര ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോയി. അപ്പോൾ എൻ്റെ ചേച്ചി ഒരു കന്യാസ്ത്രീയാണ്. ചേച്ചി പറഞ്ഞു, ദീപ്തി നീ ഒന്നും കൂടെ OET എഴുത്. അപ്പം നീ ഇത്രയും നാളും ജോലി ചെയ്ത് നാട്ടിൽ വന്നിരിക്കുമ്പോൾ നിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, നീ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ബുദ്ധിമുട്ടായി എനിക്ക്. പിന്നെ ഒരു ഹൗസ് മെയ്ഡിനെ വെക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഹൗസ് മെയ്ഡിന് വേണ്ടി ട്രൈ ചെയ്തു. എല്ലാവരും രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നവരാണ്, ആരും വീട്ടിൽ നിൽക്കാൻ വേണ്ടി തയ്യാറല്ല. പിന്നെ ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ എനിക്കൊരു ഹൗസ് മെയ്ഡിനെ എവിടെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ചേച്ചിനെ കിട്ടി. ആ ചേച്ചിനെ വീട്ടിൽ നിർത്തി ഞാൻ പഠിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മഞ്ഞപ്പിത്തം വന്നു, എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് സെറ്റായി. വീണ്ടും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. എനിക്ക് 10-13 വർഷത്തെ എക്സ്പീരിയൻസ്, CCU സ്റ്റാഫ്, അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. എപ്പോഴും ഞാൻ ഷിഫ്റ്റ് ഇൻചാർജ്, വാർഡ് ഇൻചാർജ്, ഇങ്ങനെയൊക്കെ പൊസിഷനിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ സിമ്പിളായിട്ട് പാസ്സാവുമെന്ന്. പക്ഷേ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലാസ്റ്റ് 6 months ആയിട്ട് UK, അയർലൻഡ് എല്ലാ വിസയും ഒന്നും പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല, ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ നോക്കി, എനിക്ക് ഒരു സ്ഥലത്തുനിന്നും ഒരു ഇൻ്റർവ്യൂ കോഡ് പോലും കിട്ടണില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് വേക്കൻസീസ് ഇല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, എനിക്കൊന്നും സെറ്റാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, ഇനി അടുത്ത ഉടമ്പടി ഒന്നും കൂടെ പുതുക്കാം. ഞാൻ അതുവരെ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ജൂൺ 5-ാം തീയതി ഞാൻ വന്നു, ഉടമ്പടി പുതുക്കി പോയി ഇവിടുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ കിട്ടി. ഞാൻ അവിടെ ചെന്നു. ആദ്യത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടി. ആ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് അപ്പം ഞാൻ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഡേറ്റ് ഇടുന്നതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം എനിക്ക് നടത്തി തരും. അപ്പോൾ ഡേറ്റ് ഇടുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തുകൊണ്ടൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൂടാ.
അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിന് പാസ്റ്റ് എൻ്റെ കൊച്ചിനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. നല്ലൊരു വിശ്വാസമുള്ള ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഫുള്ള് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊന്തയൊക്കെ ചെറിയ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി വലുതാകുമ്പോൾ നമ്മളതൊക്കെ മറക്കുമല്ലോ. അങ്ങനെ ഒരു ജീവിതത്തിൽ നാം മാറിപ്പോയി. അപ്പം ഞാൻ പിന്നെയും വിചാരിച്ചു, മാതാവ്, ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, മാതാവെ ഒന്നും ശരിയായില്ല, എൻ്റെ പണ്ടത്തെ ജീവിതം മാതാവ് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു അനുഭവത്തിലെങ്കിലും എനിക്കിത് സാധിച്ചു തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു, നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ അവരെന്നെ വിളിച്ചു ചോദിച്ചു, "ദിറ്റ് ഈസ് സ്റ്റിൽ ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്?" അപ്പം ഞാൻ അതിന് റിപ്ലൈ ചെയ്തു. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി, കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ മുഴുവൻ സംഭവങ്ങളും അവർ തന്നെ എനിക്ക് അയച്ചു തന്നു. എല്ലാം എൻ്റെ പ്രോസസ്സിങ് മൊത്തം സത്യം പറഞ്ഞാൽ 77 ദിവസം കൊണ്ടാണ് അയർലൻഡ് പ്രോസസ്സിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം അയർലൻഡിലേക്ക് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 1 വർഷം 1.5 വർഷം ഇത്രയും നാളെടുത്താണ് എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ 77-ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. ഈ 22-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തു. 22-ാം തീയതി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.